വിനോദവും വിജ്ഞാനവും കാഴ്ചയുടെ വൈവിധ്യങ്ങളുമായി ഏഴോം ഫെസ്റ്റ് ഡിസംബർ 20 മുതൽ ജനുവരി 7 വരെ പഴയങ്ങാടിയിൽ നടക്കും. ഏഴോം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ്. നാളെ വൈകിട്ട് പ്രശസ്ത ഗാനരചയിതാവും ചലച്ചിത്ര താരവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചലച്ചിത്ര താരം മുകേഷ് MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇനി പഴയങ്ങാടിക്കും പരിസര പ്രദേശങ്ങൾക്കും ആഘോഷ ദിനരാത്രങ്ങൾ. ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വേദിയിലെത്തും. ഏഴോം ഫെസ്റ്റിന്റെ പവലിയൻ കാൽനാട്ടൽ മുൻ MLA TV രാജേഷ് നിർവഹിച്ചതോടെയാണ് ഫെസ്റ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്ത് വിപണനമേള, ഫുഡ് ഫെസ്റ്റിവൽ, ആരോഗ്യ വിദ്യാഭ്യാസ വാണിജ്യ കാർഷിക മേളകൾ, കലാസന്ധ്യകൾ, സാംസ്കാരിക പരിപാടികൾ, എക്സിബിഷൻ, അമ്യൂസ്മെന്റ് പാർക്ക് മുതലായവ ഫെസ്റ്റിലുണ്ടാകും. ഫെസ്റ്റിന്റെ മുന്നോടിയായി ഇന്ന് വൈകിട്ട് 4 മണിക്ക് എരിപുരം ആൽത്തറയിൽ നിന്ന് ആരംഭിച്ച് പഴയങ്ങാടിയിൽ സമാപിക്കുന്ന വിളംബര ഘോഷയാത്ര നടക്കും. ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് OV നാരായണൻ, ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. സുലോചന എന്നിവർ അറിയിച്ചു. നമുക്കറിയാം, പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ അതിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ നല്ല പിന്തുണയും അനുഭാവപൂർണ്ണമായ ഒരു സമീപനം തന്നെയാണ് പൊതുവെ എല്ലാ സമൂഹത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനത്തിനെല്ലാം ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഏഴോം പഞ്ചായത്ത് നമുക്കറിയാം, ഒരു ചെറിയ പഞ്ചായത്താണ്. അതിൻ്റെ ഒരു സാംസ്കാരിക സമ്പന്നതയും അതുപോലെ അതിൻ്റെ ഒരു വികസന പാരമ്പര്യവും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് പഴയങ്ങാടി പോലുള്ളൊരു പട്ടണത്തിൽ ഇതുപോലുള്ളൊരു ഫെസ്റ്റ് അതിൻ്റേതായ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇത് വിജയകരമായി നടത്തണം എന്നാണ് ഇതിൻ്റെ ആലോചനയുള്ളത്. അപ്പോൾ ഈ ഫെസ്റ്റിൽ അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, അതുപോലെ വിജ്ഞാനപ്രദമായ പവലിയനുകളുണ്ട്, എക്സിബിഷൻ ഉണ്ട്, റോബോട്ടിക് ആനിമൽ ഉൾപ്പെടെയുള്ള എക്സിബിഷൻ ഉണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്. അതുപോലെ എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളുണ്ട്. എല്ലാ ദിവസവും പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങളെ ഈ വേദിയിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിനോദവും വിജ്ഞാനവും അടങ്ങുന്ന ഒരു ഫെസ്റ്റായി ഇതിനെ മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി, പഴയങ്ങാടി.